ജീവിതാനുഭവങ്ങളാണ് മനുഷ്യരെ കരുത്തരാക്കുക എന്ന് പറയാറില്ലേ? അങ്ങനെ നോക്കിയാൽ ഭൂമിയിലെ ഏറ്റവും കരുത്തർ സുഡാനിലെ മനുഷ്യരായിരിക്കും. കാരണം അവർ ജനനം മുതൽ മരണം വരെ യുദ്ധത്തിലാണ്. ലോകം കീഴടക്കാനായുള്ള യുദ്ധമല്ല, ജീവിക്കാനായുള്ള, ഒരു നേരത്തെ ഭക്ഷണത്തിനായുള്ള, സമാധാനമായെന്ന് ഉറങ്ങാനായുള്ള യുദ്ധം. ഏകാധിപതിയായ ബഷീറിന്റെ പതനത്തോടെ നല്ല കാലം തിരികെ വരുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കരാർ അട്ടിമറിച്ച് സൈനിക ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. പുറമേ ശാന്തമെന്ന് തോന്നിയെങ്കിലും കാര്യങ്ങൾ തുടക്കം മുതൽക്കേ അത്ര സുഖകരമായിരുന്നില്ല. സിവിലിയൻ പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദോക്കിനെ വീട്ടുതടങ്കലിലാക്കുകയും മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമായി അവർ ശക്തമായി പോരാടി. പക്ഷേ SAF-ഉം RSFും അതിനെ ക്രൂരമായി അടിച്ചമർത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടു. UN-ഉം പാശ്ചാത്യ രാജ്യങ്ങളും അതിനെ കൂട്ടക്കുരുതിയായി പ്രഖ്യാപിച്ചു. എന്നാൽ ഗൾഫ് രാജ്യങ്ങളായ UAE, സൗദി, ഈജിപ്ത് എന്നിവർ സൈനിക ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയത് വിമർശനം നേരിട്ടു. അധികം വൈകാതെ ബുർഹാൻ ഡഗാലോ എന്നിവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായി. സുഡാനിലെ വലിയ ഗോൾഡ് മൈൻസ് എല്ലാം RSFന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവ സ്വന്തമാക്കാനും അധികാരം പൂർണ്ണമായും തന്റെ കീഴിലാക്കാനുമായുള്ള ശ്രമങ്ങൾ ബുർഹാൻ ആരംഭിച്ചു. RSF സൈന്യത്തെ നാഷണൽ ആർമിയുമായി മേർജ് ചെയ്യണമെന്ന ബുർഹാന്റെ ആവശ്യം ഡഗാലോ എതിർത്തതോടെയാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. അധികാര വിഭജന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതോടെ സിവിൽ വാർ ആരംഭിച്ചു. കഴിഞ്ഞ 2.5 വർഷത്തിൽ 1.5 ലക്ഷത്തോളം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. 1 കോടിയിലേറെ ജനങ്ങൾ വീടും സ്വത്തും ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകേണ്ടിയും വന്നു. ഇതോടെ കിഴക്കൻ സുഡാൻ സൈന്യമായ SAF-ന്റെയും പടിഞ്ഞാറൻ സുഡാൻ RSF-ന്റെയും നിയന്ത്രണത്തിലാവുകയും ചെയ്തു. നിലവിൽ രാജ്യത്തിന്റെ 1/3 ഭാഗവും RSF പിടിച്ചടക്കിയിരിക്കുകയാണ്. അറബ് വംശജരല്ലാത്തവരെയും മസ്രിദ് വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള സമ്പൂർണ്ണ വംശഹത്യയാണ് RSF നടത്തുന്നതെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. വീടുകൾ തോറും കയറിയിറങ്ങി അവർ ആളുകളെ കൊന്നൊടുക്കുന്നുണ്ടെന്ന് ന്യൂസ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ മാധ്യമങ്ങൾക്കും മറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുമെല്ലാം അവിടെ നിരോധനമാണ്. അതിനാൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. പുറത്തു വന്നതിലും എത്രയോ അധികം മരണങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ കാണിക്കുന്ന താല്പര്യം ലോകരാഷ്ട്രങ്ങൾക്ക് സുഡാന്റെ കാര്യത്തിലില്ല. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ദരിദ്രരായ ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ അവർക്ക് താല്പര്യമില്ലാതിരിക്കുന്നത് സ്വാഭാവികം. സംഘർഷത്തിനു പിന്നിൽ UAE-ക്കുള്ള പങ്കും ഇതിനൊരു കാരണമാണെന്ന് ആരോപണം ഉയരുന്നുണ്ട്. പലപ്പോഴും യുദ്ധങ്ങൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടാറുണ്ട്. ബട്ട് ഇൻ റിയാലിറ്റി വാർ ഡസന്റ് ക്രിയേറ്റ് വിന്നേഴ്സ്, ഇറ്റ് ഓൺലി മൾട്ടിപ്ലൈസ് വിക്ടിംസ്. ഇറ്റ്സ് ജസ്റ്റ് എ ബ്രൂട്ടൽ ക്രൈം. പാലസ്തീന്റെ കാര്യത്തിൽ എന്ന പോലെ സുഡാൻ വിഷയത്തിലും ലോകശ്രദ്ധ പതിയേണ്ടതുണ്ട്. Let this war end soon. Let the tears of Sudan turn into peace. May tomorrow be safer and calmer than today. യുദ്ധരഹിതമായൊരു ലോകത്തിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം.